ഹായ് കൂട്ടുകാരെ, ഇത് 3ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ മരുന്ന് എന്ന മനോഹരമായ പാഠഭാഗം ആനിമേഷൻ രൂപത്തിലൊരുക്കിയതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ ഇഷ്ടം കമൻ്റായി എഴുതാനും ഇനിയും നല്ല കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സ്നേഹവും സൗഹൃദവും ചെറിയൊരു മരുന്നായി മാറുന്ന ഈ മനോഹരമായ കഥയിലേക്ക് നമുക്ക് ഒത്തുചേർന്ന് പ്രവേശിക്കാം. മഞ്ഞരളിക്കമ്പിലെ കുഞ്ഞി പൂമ്പാറ്റ ഉണർന്നു. എണീറ്റാൽ ഉടനെ ബെഡ് കോഫി, അതാണ് അവളുടെ ശീലം. ഊഞ്ഞാലാട്ടക്കാരി കിങ്ങിണി മന്ദാരം, സദാ സെന്റ് പൂശി നടക്കുന്ന വമ്പത്തി ചെമ്പകം, ചുണ്ട് ചുവപ്പിച്ച പുഞ്ചിരി തെച്ചി. നിരവധി പേർ കാപ്പിയൊരുക്കി കാത്തിരിക്കുന്നുണ്ടാവും. ഇന്ന് ആരുടെ കാപ്പി കുടിക്കണം? ഹായ്, കിട്ടിപ്പോയി, നറുക്കിട്ടെടുക്കാം. അവൾ ശംഖുപുഷ്പത്തിന്റെ തളിരിലകളിൽ എല്ലാവരുടെയും പേരെഴുതി ഡപ്പയിലിട്ട് കുലുക്കി. കരിരിയിൽ ചിക്കുന്ന പൂത്താങ്കീരി നറുക്കെടുത്തു. ആരാ? സുന്ദരിമുല്ല. അതു വേണോ? അവൾ അല്പം അഹങ്കാരിയാണ്. അല്ലെങ്കിൽ പോട്ടെ, ഇന്ന് അവളുടെ കാപ്പി തന്നെയാവാം. കുഞ്ഞിപ്പൂമ്പാറ്റ സുന്ദരിമുള്ളയുടെ അടുത്തെത്തി. വെളിവെളുത്ത സുന്ദരിമുല്ല ചുകച്ചുകന്നിരിക്കുന്നു. അയ്യോ, ഇതെന്തു പറ്റി? ഒരു ചെങ്കണ്ണ്. ഞാൻ ഇപ്പോൾ വരാം. കുഞ്ഞിപ്പൂമ്പാറ്റ ചെമ്പരത്തി വൈദ്യരുടെ അടുത്തേക്കൂടി. പൂമ്പാറ്റയുടെ ഓട്ടം കണ്ട് കുറുമ്പിത്തേനീച്ചയും ഈച്ച ഭാഗവതരും തേൻവണ്ടും കൂടെ കൂടി. ചെമ്പരത്തി വൈദ്യരെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. എന്തുപറ്റി? 4 തെങ്ങിൻ പൂവ്, 6 നന്ദ്യാർവട്ടത്തിന്റെ മുട്ട്, ഒരു കരിണുച്ചീല. വൈദ്യർ പറഞ്ഞു തീരേണ്ട താമസം വണ്ട് തെങ്ങിൻ പൂവ് കൊണ്ടുവന്നു. തേനീച്ച നന്ദ്യാർവട്ടത്തിന്റെ മുട്ട് കൊണ്ടുവന്നു. കരിണുച്ചീല കൊണ്ടുവന്നത് ഈച്ചയാണ്. വൈദ്യർ മരുന്നുണ്ടാക്കി. സുന്ദരിമുള്ളയുടെ അരികിൽ വട്ടം കൂടി നിൽക്കുന്നു ചെമ്പകവും പിച്ചകവും തൊടിയിലെ മട്ടുപൂക്കളും. എല്ലാവരും ഒന്ന് മാറൂ. വല്ലാത്ത നീറ്റൽ. ഇനി എല്ലാവരും പോയിക്കൊള്ളൂ. നാളേക്ക് എല്ലാം ഭേദമാവും. സുന്ദരിമുള്ളയുടെ കണ്ണിൽ മരുന്നിട്ടു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറ്റിറ്റ് വീണു. സുന്ദരിയുടെ തേങ്ങൽ കേട്ട് മുറ്റമടിക്കുന്ന കാക്കമ്മ ചാഞ്ഞും ചരിഞ്ഞും നോക്കി. ചപ്പിലച്ചിക്കുന്ന കോഴിയമ്മ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു. നേരം സന്ധ്യയായി. നിലാവിന്റെ തണുപ്പിൽ സുന്ദരിമുല്ല ശാന്തയായി ഉറങ്ങി. രാത്രി മുഴുവൻ പൂന്തോട്ടം കാവലിരുന്നു. കാറ്റും ഇലകളും നക്ഷത്രങ്ങളും. പുലർച്ചെ സൂര്യൻ പുഞ്ചിരിച്ചപ്പോൾ മുല്ലപ്പന്തൽ മുഴുവൻ തെളിഞ്ഞു. കുഞ്ഞെ പൂമ്പാറ്റേ, എൻ്റെ കണ്ണ് ഇന്ന് നീറുന്നില്ല. എത്ര സുഖം. ഹാഹു, എനിക്ക് സന്തോഷമായി. നീ വീണ്ടും പഴയ പോലെ തിളങ്ങുന്നുണ്ടല്ലോ. നമ്മൾ ഒരുമിച്ചാൽ എത്ര വലിയ കാര്യവും ചെയ്യാം. സ്നേഹവും സഹായവുമുണ്ടെങ്കിൽ എല്ലാ വേദനയും മാറും കുട്ടികളെ. സഹായിക്കാൻ കിട്ടുന്ന അവസരം എപ്പോഴും മധുരമാണ്. ഓർക്കണം കുട്ടികളെ, നല്ല മനസ്സാണ് ഏറ്റവും വലിയ മരുന്ന്. അന്നു മുതൽ സുന്ദരിമുല്ലയ്ക്ക് അഹങ്കാരമില്ലാതായി. കുഞ്ഞിപ്പൂമ്പാറ്റയ്ക്കോ കാപ്പിയേക്കാൾ മധുരമായത് സ്നേഹമാണെന്ന് മനസ്സിലായി. പൂന്തോട്ടം മുഴുവൻ സൗഹൃദത്തിന്റെ സുഗന്ധം നിറഞ്ഞു.